ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് വിളക്ക് കത്തിക്കാം അല്ലേ? ഭംഗിയായിട്ട് ഞാൻ ഞങ്ങളൊന്ന് സംസാരിക്കുകയായിരുന്നു. വളരെ രസമായിട്ട് ഇതിന്റെ കൺസ്ട്രക്ഷനും ഡിസൈനിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ഭംഗിയാക്കിയ ആൾക്കാരുടെ പേരാണ് പറയുന്നത്. നന്ദാസ് മെയിൻ്റനൻസ് ആൻഡ് ഫ്ലോറിംഗ്, വടശ്ശേരിക്കോണം. അതിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. വളരെ രസകരമായിട്ടുണ്ട് കേട്ടോ. ഒരാളും കൂടി ഉണ്ട്. എന്തായാലും കൊല്ലത്തരം മാപ്പിങ്ങോട് ഒരു പുതിയ ഗോപുരം വന്നിട്ടുണ്ട്. നമ്മുടെ സജിച്ചേട്ടന്റെ സ്വപ്ന സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന ചടങ്ങിലെത്തിയ ഇന്നത്തിലെ എല്ലാ നിവാസികൾക്കും സജയുടെ 1000 നന്ദി ഈ യോഗത്തിൽ അറിയിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ, നമ്മളെക്കാട്ടിൽ പ്രായമുള്ള പലരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ആണ് നമ്മൾ ഈ വിളക്ക് കത്തിച്ചത്. എൻ്റെ കൂടെ ഇവിടെ സ്റ്റേജിലുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾക്കറിയാം. ഒന്നും കൂടി പറയാണ്, അനുറാം നിങ്ങളുടെ നാട്ടുകാരനാണ്. അനുവിൻ്റെ ആദ്യത്തെ സിനിമ കല്യാണിസം എന്ന് പറഞ്ഞ സിനിമയാണ്. മുകേഷ് ഏട്ടനും അനന്യയും ഞാനുമൊക്കെ അഭിനയിച്ചാണ്. അനു ഇവിടെ നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്. അതിനുശേഷം ദം എന്ന് പറയുന്ന സിനിമ ചെയ്തിരുന്നു. ഇപ്പോൾ ആഴം എന്ന് പറയുന്ന പുതിയ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടുകാരനായ ജോഷി സാറിൻ്റെ കസിൻ ഒക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ നാടിൻ്റെ അഭിമാനമായ ഒരാളാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്നതും നിങ്ങളുടെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇപ്പം വർക്കലയുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് അജി വർക്കല എന്നാണ്. മാധ്യമരംഗത്ത് ഒരുപാട് വർഷങ്ങളായി കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഗുഡ്നസ് ടിവിയുടെ വളരെ വലിയ പൊസിഷനിലാണ് അദ്ദേഹം ഉള്ളത്. ഇപ്പം അദ്ദേഹം മറ്റൊരു പുതിയ ചാനൽ തുടങ്ങുകയാണ്. അപ്പോൾ അതിനും എല്ലാ ആശംസകളും. അപ്പം അദ്ദേഹം എറണാകുളത്താണ് കൂടുതലും താമസിക്കുന്നത്, ചാലക്കുടി ഭാഗത്ത്. പക്ഷെ ഇവിടുത്തെ കാരനാണ്. അപ്പോൾ പേരാണ് അദ്ദേഹം ഈ നാടിൻ്റെ ഒരു ഓർമ്മയ്ക്ക് കൊണ്ടു നടക്കുന്നത്. അജി വർക്കല. അപ്പം എല്ലാ സന്തോഷങ്ങളും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ സജിബായ് ഉണ്ട്. സജിബായ് ഒരു പ്രവാസിയായിട്ടും ഒരുപക്ഷെ എനിക്ക് തിരുവനന്തപുരത്താണ് കൂടുതലും അല്ലേ, തിരുവനന്തപുരത്തായിട്ടും ഈ നാട്ടിൽ അദ്ദേഹം ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാം, അതിനുവേണ്ടി പണം ചെലവാക്കാം എന്നൊക്കെ മനസ്സ് വെക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തതിൽ തീർച്ചയായിട്ടും ഒരു കയ്യടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നാട്ടിൽ നിന്ന് നമ്മൾ അടുത്തുള്ള കുറച്ചും കൂടി വലിയൊരു സ്ഥലത്തേക്ക് മാറും. അത് കഴിഞ്ഞ് നമ്മൾ ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി വലിയ വലിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അധികം ഇങ്ങോട്ട് വരുന്ന ഒരു സ്വഭാവം വളരെ കുറവാണ്. പക്ഷെ അദ്ദേഹം ഇവിടുത്തെ ഒരു നാട്ടുകാരനായി നിൽക്കുന്നൊരു മനസ്സ് കാണിക്കുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ എല്ലാ ആശംസകളും. അപ്പോൾ അനുറാം സാർ, നിങ്ങൾക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കാം അല്ലേ? ഞാൻ പങ്കെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അച്ഛൻ്റെ സ്ഥലമാണ് വർക്കല. ഞാൻ കടക്കാവൂരാണ് താമസം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്കൊന്നും തന്നെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. വർക്കല റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് എൻ്റെ അച്ഛൻ്റെ സ്ഥലം. വർക്കല റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് അച്ഛൻ്റെ സ്ഥലം. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് വർക്കല ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് അതിചാരിതമായിട്ടാണ്. കൈലാഷിനെ കാണാൻ വന്നപ്പോൾ കൈലാഷിൻ്റെ കൂടെ കൂട്ടി കളിച്ചുകൊണ്ട് വരികയായിരുന്നു. സജേട്ടനെയും അങ്ങനെ ഇന്നലെയാണ് പരിചയപ്പെട്ടത്. എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ വെഞ്ചർ നല്ല ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. എൻ്റെ വീട് വർക്കലയാണ്. പാളയംകുന്നിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചേന്നങ്കോടാണ് അമ്മയും ചേച്ചിയും എല്ലാം താമസിക്കുന്നത്. ഞാൻ ചാലക്കുടിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സ്വന്തം നാട്ടിൽ വരാനും ഇത്രയും നല്ല ഗംഭീരമായ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനത്തിന് എത്തിച്ചേരാനും സാധിച്ചതിൽ അഭിമാനം തോന്നുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിൽ നല്ല ഓഡിറ്റോറിയങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഉൾപ്രദേശമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ ഒരു സ്ഥാപനം ഉണ്ട്.
അതിന് ചേട്ടന് വളരെ നല്ലൊരു കൈയടി കൊടുക്കണം. അതോടൊപ്പം ചേട്ടന്റെ കൂടെ ഉള്ള ഒരു സുഹൃത്തുണ്ട്, പ്രമോദുണ്ടോ അവിടെ? പ്രമോദുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ വരാൻ സാധിച്ചതിൽ ഒത്തിരി നന്ദി. പ്രത്യേകിച്ച് എന്റെ കൈലാഷിനോടൊപ്പം അനുരാഗിനോടൊപ്പം 2 സിനിമകൾ ചെയ്യുന്നുണ്ട്. അതില് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തത് അനുരാമാണ്, മാർത്താം എന്നുള്ള പടം. അടുത്തത് ജോൺ വിക്ക്, അത് നായകൻ കൈലാഷാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം. നന്ദി, നമസ്കാരം. ഈ ഫംഗ്ഷന് പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ പേരിലുള്ള നന്ദി കടപ്പാട് ഞാൻ അറിയിച്ചുള്ളൂ. താങ്ക് അതിന്റെ ശരിക്കണം. എന്റെ ഭംഗി